എന്താ മോളെ എന്തിനാ നീ കരയുന്നേ? അയ്യോ നിന്റെ കവളെന്താ ഇങ്ങനെ നീര് വന്നിരിക്കുന്നേ? ആരാ നിന്നെ തല്ലിയത്? അച്ഛാ, അത് പിന്നെ പറ മോളെ, ആരാ നിന്നെ തല്ലിയത്? നിന്നെ തല്ലിയത് ആരായാലും ഈ അച്ഛൻ അവനെ വെറുതെ വിടില്ല. ശ്രീയേട്ടനാ എന്നെ തല്ലിയത്. മായ കരഞ്ഞു പറഞ്ഞത് കേട്ട് ശങ്കരന്റെ മുഖം കനത്തു. ശങ്കരൻ ദേഷ്യത്തോടെ അവിടുന്ന് മായയുടെ കൈ പിടിച്ചു തിരിഞ്ഞതും വൈഷ്ണവ് മുന്നിൽ വന്ന് നിന്നു. അച്ഛൻ എങ്ങോട്ടാ? നീ ഇത് കണ്ടില്ലേ? ആ നാണം കെട്ടവൻ എന്റെ മോളുടെ കവൾ അടിച്ചു പിടിച്ചിരിക്കുന്നത്. അച്ഛൻ അവിടെ അടങ്ങിയിരുന്നേ. ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. എന്താ നീ എന്നോട് അടങ്ങി നിൽക്കാനോ? എന്നാ നീ ഇവളുടെ ചേട്ടനല്ലേ, ചെന്ന് ചോദിക്കാം അവനോട്. ആദ്യമാണ് ഇവളെ തല്ലിയതെങ്കിൽ ഞാൻ പോയി ചോദിച്ചേനെ. എന്നാ വൈശാഖായതുകൊണ്ട് ഞാനൊന്നും ആരോട് ചോദിക്കില്ല. കാരണം ഇവൾക്ക് എന്നേക്കാൾ ഒരു പടി അവനോടാ കൂറ്. എന്നാൽ എനിക്ക് അങ്ങനെ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇവൾ എന്റെ ഒരേ ഒരു മകളാ. ഇവളെ ആര് തല്ലിയാലും ഞാനത് സഹിക്കില്ല. നീ വാ മോളെ. ശങ്കരൻ അവളെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഡാ വൈശാഖേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഡാ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ശങ്കരൻ മായയും കൊണ്ട് അലറി വിളിച്ചു ഹാളിലേക്ക് വന്നു. ശങ്കരന്റെ ശബ്ദം കേട്ട് ആദ്യം ഒഴികെ ബാക്കി എല്ലാരും അങ്ങോട്ടേക്ക് വന്നു. എന്താണാവോ പിതാശ്രീ അവിടത്തേക്ക് പറയാനുള്ളത്? കൽപ്പിച്ചാലും. ചി, നിർത്തടാ നായെ. എന്ത് ധൈര്യം ഉണ്ടായിട്ടടാ നീ എന്റെ മോളെ അടിച്ചത്? ഞാൻ അവളുടെ ഏട്ടനാണെന്നുള്ള ധൈര്യത്തില്. അത് അവൾക്ക് കിട്ടേണ്ടതായിരുന്നു. എന്തിനാ അവളെ തല്ലിയതെന്ന് അവള് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ എന്റെ മകനായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. പിന്നെ ഏത് വകയിലാ നീ ഇവിടെ ചേട്ടനായത്? നിങ്ങൾ നാഴികയ്ക്ക് 40,000 വട്ടം പറയുന്നത് പോലെ അവള് പറയട്ടെ ഞാൻ അവളുടെ ചേട്ടനല്ല എന്ന്. ഞാൻ അവളെ തല്ലിയത് എന്തിനാണെന്ന് അവൾക്ക് നല്ല ബോധമുണ്ട്. അത് നിങ്ങൾ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നെ വയസ്സായാൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞണം. അല്ലാതെ ഭരിക്കാൻ വന്നാ ഞാനൊരു വരവങ്ങ് വരും, ഓർത്തോ. വൈശാഖ അവിടെ നിന്ന് ശങ്കരനെ തറപ്പിച്ചു നോക്കി അവിടെ നിന്ന് പോയി. കാമിശ്ശേരി മനയിലെ ആദ്യത്തെ ആൺതരിയല്ലേ എന്ന് കരുതി വളർത്തിയതാ. അപ്പോ പാല് തന്ന കൈക്ക് തന്നെ അത് കയറി അങ്ങ് കൊത്തി. ജനിപ്പിച്ചത് ഞാനാണെങ്കിൽ ആ തെറ്റ് വൈകാതെ ഞാൻ അങ്ങ് തീർക്കും. നീ ദിവസം എണ്ണി നിന്നോ. ശങ്കരൻ വൈശാഖ് പോയ വഴി നോക്കി ഓർത്തു. സത്യ, ഞാൻ എന്നാ ഇറങ്ങാം. നിനക്ക് വല്ലതും വേണോ? ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. ഏയ്, ഒന്നും വേണ്ട ജെയിംസിച്ചായ. എന്നാ ശരി, ഇച്ചാൻ പോയിക്കോ. ആ ഹസീന, തന്റെ ഉമ്മ ഉണ്ടാക്കിയ ചപ്പാത്തിയും വെജിറ്റബിൾ കുറയും ഒരു രക്ഷയില്ല. അത് ഞാൻ കഴിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായേനെ. ഉമ്മാരുടെ ഒരു അന്വേഷണം പറയണം. ഓക്കെ. സീനൊന്നും മൂളി ചിരിക്കാൻ ശ്രമിച്ചു. എന്നാ ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ജെയിംസ് അതും പറഞ്ഞ് അവിടെ നിന്ന് തിരിയുന്നു. പെട്ടെന്നാണ് അവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചിത്ര അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന്. അയ്യോ, എല്ലാവരും ഓടി വരണേ, എന്റെ എല്ലാം പോയേ. അയ്യോ. സത്യയുടെ അടുത്തേക്ക് ഓടി വന്ന ചിത്രയെ നോക്കി സത്യ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പച്ചി, എന്താ എന്താ പറ്റിയത്? എടി ഒരുമ്പട്ടോളെ, എന്നെ ഒന്ന് നോക്കൂ. എന്റെ സ്വർണം മുഴുവൻ പോയടി. അപ്പോഴാണ് സത്യ ചിത്രയെ ശരിക്കും ഒന്ന് നോക്കിയത്. ദേഹത്തുണ്ടായിരുന്ന രണ്ട് കട്ടിയുള്ള മാലയും രണ്ട് കയ്യിലുമായി ഉണ്ടായിരുന്ന വളകളും കാണാനില്ല. എന്താ അപ്പച്ചി, നിങ്ങളത് എവിടെയാ കൊണ്ടുവച്ചേ? ഡി, നീ ഇപ്പൊ വെച്ച് തന്നേച്ച് നിൽക്കാണോ? എന്റെ സ്വർണ്ണം എവിടെടി? അയ്യോ, 10 പവനിൽ കൂടുതലുണ്ടത്. ചിത്രയുടെ ബഹളം കേട്ട ആളുകളൊക്കെ അവരുടെ അടുത്തേക്ക് വന്നു. സത്യ, ആരാ ആരാ ഇത്? ഡാ, നീ ഏതാടാ? നിനക്ക് ഞാനാണെന്ന് അറിയാത്തതാണോ ഇത്ര വലിയ ദണ്ണം? അതെ, ഇതൊരു ഹോസ്പിറ്റലാണ്. ഒരുപാട് രോഗികളുള്ളതുമാണ്. അവർക്കൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാകും. നിങ്ങളും സമാധാനമായി ഇരിക്കുക. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ അടുത്തു വന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ സമാധാനമായി ഇരുന്നാ താൻ എടുത്തുകൊണ്ട് വരുമ്പോടോ എന്റെ മുതല്? തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ ചേച്ചി. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഇത്രയും സ്വർണം വാരി വലിച്ചിട്ട് വരാനായിരുന്നോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് ഇഷ്ടമുള്ള പോലെ പോകും. താൻ എന്തിനാണ് അത് അന്വേഷിക്കുന്നത്? ആ, അപ്പോ ഇഷ്ടമുള്ള ഒരു സ്വർണം അങ്ങനെ അടിച്ചുകൊണ്ട് പോകും. ആ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്തായാലും വേണ്ടില്ല, എനിക്ക് എന്റെ സ്വർണം ഇപ്പൊ കിട്ടണം. ചിത്ര അതും പറഞ്ഞ് തിരിഞ്ഞതും നേരെ നോക്കിയത് സീനുവിനെയാണ്. അവരുടെ നോട്ടം കണ്ട അവളൊന്ന് അവരെ നോക്കി നെറ്റിച്ചുളിച്ചു. ചിത്ര അവളെ നോക്കി പല്ല് കടിച്ച് സീനുവിന്റെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് മുന്നിൽ നിർത്തി. സത്യം പറയടി, നീ എന്റെ സ്വർണം കെട്ടത്? അയ്യോ ആന്റി, ഞാനൊന്നും അല്ല. നിർത്തടി. ആരാടി നിന്റെ ആന്റി? അയ്യോ, അവളൊന്നും അറിയാത്ത ഇള്ള കൊച്ച്. അവൾ ഒന്നും അറിയാത്തൊരു ഇള്ള കൊച്ച്. എനിക്ക് ഉറപ്പാ അതെടുത്തത് നീ തന്നെയാ. വേറെ ആരും ആകില്ല. ചിത്ര പറയുന്നത് കേട്ട് സീനുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അവൾ സത്യയെ നോക്കി. അപ്പച്ചി, എന്താ ഇത്? സീനു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ അങ്ങനെ കട്ടെടുക്കുന്ന ആളൊന്നും അല്ല. വെറുതെ എന്തിനാ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവളെ കുറ്റപ്പെടുത്തുന്നേ? സീനു ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വന്ന് അപ്പച്ചി കണ്ടതല്ലേ? ഒന്ന് പോടി. എനിക്ക് നിന്നെ സംശയമുണ്ട്. രണ്ട് കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന സാധനല്ലേ നിങ്ങൾ രണ്ടും. പക്ഷേ ഇത് ചെയ്തത് ഇവള് തന്നെയാ. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. ഒന്ന് നിർത്തുന്നുണ്ടോ? പെട്ടെന്ന് ജെയിംസിന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങിയതും ചിത്രയുടെയൊക്കെ എല്ലാവരും ഞെട്ടി. ജെയിംസ് സത്യയും ചിത്രയും ഒന്ന് നോക്കി. സത്യ, ആരാ ഇവര്? എന്താ ഇതൊക്കെ? ജെയിംസ് ചായ, ഇതെന്റെ അപ്പച്ചിയാ, എന്റെ അച്ഛന്റെ പെങ്ങള്. ഡി, അവിടെ അവനോട് ബന്ധം പറഞ്ഞിരിക്കാതെ മര്യാദയ്ക്ക് ഇവളോട് എടുത്ത സ്വർണം എനിക്ക് തിരിച്ചു തരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും പോലീസിനെ വിളിക്കും. ഒരു മിനിറ്റ്, പോലീസിനെയൊക്കെ വിളിക്കാം. അതിനു മുൻപ് നിങ്ങളോട് ആരാ ഇവളാണ് അത് എടുത്തതെന്ന് പറഞ്ഞത്? അതിന് വല്ല തെളിവും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ വല്ല പിടിച്ചുപറിക്കാരും വരുവോടോ? പിന്നെ ഇവളെ പോലെ ഒരു സ്വർണ്ണനൂല് വാങ്ങിക്കാൻ കഴിവില്ലാത്തവർക്ക് മുന്നിൽ ഇങ്ങനെ സ്വർണം കണ്ടാലേ ചിലപ്പോൾ എടുക്കാൻ തോന്നും.
സീനു അപ്പോൾ തന്നെ ചിത്രയുടെ മുന്നിലേക്ക് വന്നു നിന്നു. ഞാൻ നിങ്ങളുടെ ഒരു സാധനം എടുത്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എനിക്കൊരു സ്വർണ്ണനൂല് വാങ്ങാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് കരുതി ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ എടുക്കില്ല. എന്റെ ഉപ്പയും ഉമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തിയത്. ഓ പിന്നെ നീയും ഇവളൊക്കെ കൃഷ്ണന്റെ ഭാര്യമാരായ രുക്മിണി സത്യഭാമയായിരിക്കാലോ അല്ലേ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. നീ അപ്പോഴേ സത്യം പറയത്തുള്ളൂ. കാണിച്ചു തരാം ഞാൻ നിനക്ക്. ചിത്ര അത് പറഞ്ഞതും സീനു തലയും താഴ്ത്തി നിന്നു. പോലീസിനെയൊക്കെ വിളിക്കാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് അന്വേഷിച്ചാലോ അല്ലേ? അതിന് നീ ആരാ? വല്ല സി ഐ ഡി മൂസയോ? സി ഐ ഡി മൂസയൊന്നല്ല ആന്റി. എന്നാലും ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, അപ്പോ CCTV ഫുട്ടേജ് നോക്കിയാൽ പോരെ? ആ, അത് പറഞ്ഞത് ശരിയാ. റൂമിലില്ലെങ്കിലും ഈ വരാന്തയിൽ CCTV വെച്ചിട്ടുണ്ടല്ലോ, അപ്പോ അത് നോക്കിയാൽ പോരെ? അവിടെ കൂടി നിന്നാൾ പറഞ്ഞു. പിന്നീട് അവർ ഒന്നും നോക്കാതെ അവിടെയുള്ള നഴ്സിന്റെ സഹായത്തോടെ ആ ബ്ലോക്കിലെ CCTV എടുത്തു നോക്കി. ചിത്ര സീനുവിനെ നോക്കി ഒന്ന് പല്ലിറുമ്പി CCTV ഫുട്ടേജിലേക്ക് നോക്കി. അതിൽ കണ്ടു ചിത്ര ICUവിന് മുന്നിൽ കൂടി ബാഗ് എടുത്ത് പോയതിന് പുറകെ തന്നെ ഒരാൾ അവരെ പുറകെ പോകുന്നത്. ചിത്ര മുറിയിൽ കയറിയതും അയാൾ അവിടെ തന്നെ നിന്ന് പാളിയും എത്തിയും നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും അയാൾ അകത്ത് കയറി എന്തോ പൊത്തിപ്പിടിച്ച് ഓടുന്നത് കണ്ടു. അയാൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി മുന്നിലൂടെ പോകാതെ എമർജൻസി എക്സിറ്റിലൂടെയാണ് പോയത്. അത് കണ്ടതും ചിത്രയൊന്ന് പതുങ്ങി സീനുവിനെ നോക്കി. അവളപ്പോ ചിത്രയെ നോക്കി പുച്ഛിച്ചു. ഇപ്പോ ദേ നോക്ക്, ഏതോ ഒരാൾ വന്ന് അടിച്ചുകൊണ്ട് പോയതിന് നിങ്ങൾ എന്തിനാ വെറുതെ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയത്? അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ് പറഞ്ഞത്. ആ, എന്തായാലും ഇപ്പോ ആരാ എടുത്തെന്ന് കിട്ടിയല്ലോ. ഞാൻ ഈ ക്ലിപ്പും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാ. അത് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. എന്നാ സത്യം അറിയാതെ നിങ്ങൾ ഇവിടെ ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. മാപ്പ് പറയാൻ അതും ഇവളെ പോലെ ഒരു ദരിദ്രവാസിയോട്. ആന്റി, നിങ്ങൾ പറഞ്ഞ പോലെ അവൾ പണമില്ലാത്തവളോ ദരിദ്രവാസിയോ എന്തോ ആയിക്കോട്ടെ. എന്നാ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവൾക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന്. അതാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ തകർക്കാൻ നോക്കിയത്. അതിന് നിങ്ങൾ ഇവളോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഓ, ഞാൻ ഇവളെ പറഞ്ഞതിന് നിനക്കെന്താ ചേർക്ക ഇത്രയ്ക്ക് പൊള്ളാൻ? അതിന് മാത്രം ഇവള് നിന്റെ ആരാ? ഡി, ഇവന് പൊള്ളാൻ മാത്രം വിലപ്പെട്ട എന്താ നീ ഇവന് കൊടുത്തത്? പറയടി. അപ്പോ ഈ കൊന്തക്കാരുമായിട്ടാണല്ലോ നിന്റെ ചുറ്റിക്കളി അല്ലേടി? ഒന്ന് നിർത്തുന്നുണ്ടോ? സാറേ പ്ലീസ്, എനിക്ക് ആരുടെയും മാവ് പറച്ചിലൊന്നും കേൾക്കണ്ട. ഇനി അടുത്ത പ്രശ്നം പറഞ്ഞ് ഉണ്ടാക്കാഞ്ഞാൽ മതി. സീനു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പച്ചി, എന്താ ഇത് അപ്പച്ചി? വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ നോക്ക്. പിന്നെ ജെയിംസ് ഇച്ചായ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട. ഇച്ചായ ഇവിടുന്ന് പോയിക്കോ. ഓ, അപ്പോ നിനക്ക് ഇവനുമായിട്ട് ബന്ധമുണ്ടല്ലേടി? ഇച്ചായ എന്ന് വിളിച്ച് അങ്ങ് ഒലിച്ചിറങ്ങുന്നുണ്ടല്ലോ. നീ ആള് കൊള്ളാലോ ചെക്ക. ഈ രണ്ട് പെണ്ണുങ്ങളെയും മുതലാക്കുവാണല്ലേ? ചിത്ര അത് പറഞ്ഞതും ജെയിംസ് അവരുടെ മോന്തക്കിട്ടൊന്ന് പൊട്ടിച്ചു. ചിത്രയുടെ മുഖം വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും ചുവന്നു വന്നു. അവൾ പകയോടെ ജെയിംസിനെ നോക്കി. സത്യ, സോറി മോളെ, ഇത് നിന്റെ ഈ അപ്പച്ചി ചോദിച്ചു വാങ്ങിയതാ. ചിത്രയെ തുറിച്ചു നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സത്യ. ചിത്രയെ നോക്കി ജെയിംസിന്റെ പുറകെ ആ മുറി വിട്ടുപോയി അവൻ. നീ ആരെയെ ദ്രോഹിച്ചതെന്ന് നിനക്കറിയില്ല. എന്റെ മകൻ പ്രകാശൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് ഞാൻ ആദ്യം തന്നെ നിനക്കിട്ടൊന്ന് തരുന്നുണ്ട്, നോക്കിക്കോ. ചിത്രകലയാ പറയുന്നേ. പെട്ടെന്ന് സത്യം ഞെട്ടി എഴുന്നേറ്റു. ബഹളങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചപ്പോ ചെറിയ കുളിര് തോന്നി. മരുന്ന് കഴിച്ച് കിടന്ന അവൾ ചുറ്റിലും നോക്കി. സീനു ചെയറിലിരുന്ന തല ബെഡിൽ വെച്ച് ഉറങ്ങുന്നുണ്ട്. അവളുടെ തൊട്ടപ്പുറത്തെ ബെഡിൽ ആ ഹോം നേഴ്സും. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സീനുവിനെ നോക്കി. എന്നിട്ട് അവളുടെ മുടിയിലൂടെ വിരലൊടിച്ചു. എന്നോട് ക്ഷമിക്കടി, ഞാൻ കാരണം നിനക്ക് അപമാനിതയായി നിൽക്കേണ്ടി വന്നില്ലേ, സോറി. സത്യ സീനുവിനെ നോക്കി പറഞ്ഞു. വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഡോറിന് മുന്നിൽ ഒരു നിഴല് പോലെ കണ്ടത്. സത്യയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഗ്ലാസ് താഴെ വീണു. ഗ്ലാസ് താഴെ വീണ ശബ്ദം കേട്ടതും പെട്ടെന്ന് ആ നിഴൽ അവിടെ നിന്ന് നീങ്ങുന്നത് കണ്ട് അവളുടെ ഉള്ളിൽ ഭയം വന്ന് കയറാൻ തുടങ്ങി. സത്യ പതി അവിടെ നിന്ന് എഴുന്നേറ്റു. സമയം നോക്കി. 2 മണി. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ട് അവിടെ ഒന്നും ആരെയും കണ്ടില്ല. അവൾ മുറിയുടെ പുറത്തിറങ്ങി വരാന്തയിലൂടെ നടന്ന് അവിടെയൊന്നും ആരുമില്ലായിരുന്നു. അവൾ ICUവിന്റെ മുന്നിൽ ചെന്ന് ഉള്ളിലേക്ക് തലയിട്ട് നോക്കി. അച്ഛനെ തന്നെ നോക്കി നിന്നപ്പോഴാണ് അവൾക്ക് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത്. അവള് പെട്ടെന്ന് തന്നെ തിരിഞ്ഞതും അവളെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. മുടിയൊക്കെ ജട പിടിച്ച് എന്തോ വായിലിട്ട് ചവച്ച് അവളെ തന്നെ ഒരു വഷളം ചിരിയോടെ നോക്കി നിൽക്കുന്ന ഒരാളെ. അയാളെ കണ്ടതും പേടി കൊണ്ട് അവളുടെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. സത്യ രണ്ടും കൽപ്പിച്ച് അയാളെ പിടിച്ചു തള്ളി ഓടി. അയാൾ അവളുടെ പിന്നാലെ തന്നെ വരാൻ തുടങ്ങി. ഒരു സഹായത്തിന് പോലും ആ ഫ്ലോറിൽ ആരും ഉണ്ടായിരുന്നില്ല. സത്യ ഓടി വേഗം ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്നു. അവളത് പിടിച്ചമർത്തി. എന്നാൽ ലിഫ്റ്റ് അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നില്ലായിരുന്നു. അയാളുടെ ചൂളമടിക്കുന്ന ശബ്ദം സത്യയുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടതും സത്യ പേടിച്ച് പടികൾ ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാളെ പോലെ ഉള്ള 2 തടിമാരന്മാർ പടികൾ കയറി അവളുടെ മുന്നിൽ വന്നു നിന്നു. അവരെ കണ്ടതും സത്യ പേടിച്ച് നിലവിളിച്ചു. പക്ഷെ ആരും അത് കേട്ടില്ല. അവൾ തിരിഞ്ഞ് ഓടാൻ നിന്നും അയാൾ ചൂളമടിച്ച് അവളെ മുന്നിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. സർ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ കയ്യിൽ പണവും സ്വർണവും ഒന്നുമില്ല. പ്ലീസ് സാർ, ഞാൻ പോയിക്കോട്ടെ. അതിന് ഞങ്ങള് കള്ളന്മാരാണെന്ന് മോളോട് ആരാ പറഞ്ഞേ? ഏയ്, ഞങ്ങൾക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. മോള് ഞങ്ങളുടെ കൂടെ വാ.
അയാൾ അതും പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചതും സത്യ നിലവിളിച്ച് കുതറിയോടാൻ നിന്നു. അപ്പോഴേക്കും ആ തടിയന്മാർ അവളെ പിടിച്ചു വെച്ചു. സത്യ അനങ്ങാൻ കഴിയാതെ പേടിച്ച് നിലവിളിച്ചു. ചി നിർത്തടി, നിർത്തടി, നീ ഇവിടെ കിടന്ന് കാറിയിട്ട് ഒരു കാര്യവുമില്ല. അതിനുള്ള പണിയൊക്കെ ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ബോസ്, പെട്ടെന്ന് ആ തുണിയെടുത്ത് ഇവളുടെ വായിൽ കുത്തിക്കയറ്റ്. അവൻ അവളെ നോക്കി ഒരു തുണിയെടുത്ത് അവളുടെ വായിൽ കുത്തിക്കയറ്റി. അവളെ സ്റ്റെപ്പ് വഴി വലിച്ചുകൊണ്ട് പോകാൻ നിന്നും ലിഫ്റ്റ് പതി ഓപ്പണായി. സത്യയുടെ കണ്ണു വിടർന്നു. അവൾ നോക്കുന്നിടത്തേക്ക് അവരും നോക്കി. അവരുടെ മുഖത്ത് ധൈര്യം വിട്ടുമാറി ഭയം നിഴലിച്ചു. ആ തടിയന്മാരുടെ കൈ പതിയെ അയഞ്ഞു. സത്യ അവരെ തള്ളി മാറ്റി. അവളുടെ വായിൽ കയറ്റിവെച്ച തുണിയെടുത്ത് കളഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി വിളിച്ചു. ദേവേട്ടാ എന്നും വിളിച്ച് അവന്റെ പുറകിൽ പോയി മറഞ്ഞു നിന്നു സത്യ. ദേവേട്ടാ, എന്നെ എന്നെ രക്ഷിക്ക ദേവേട്ടാ. സത്യ ചിന്തകൾക്കിടയിൽ എപ്പോഴും ഉറങ്ങിയ ആദി സത്യയെ ആരും അപായപ്പെടുത്താൻ നോക്കുന്ന സ്വപ്നം കണ്ടാണ് ഞെട്ടിയെഴുന്നേറ്റത്. അവന് പിന്നെ അവിടെ ഇരുന്നിട്ട് ഇരപ്പുറച്ചില്ല. പക്ഷെ എന്തു പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് ആദി മേശപ്പുറത്തിരിക്കുന്ന സത്യയുടെ ഫോൺ കണ്ടത്. അത് കണ്ടതും ആദി വേഗം ആ ഫോൺ എടുത്ത് ഡ്രസ്സ് മാറ്റി അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറിപ്പോയി. ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനിസ്റ്റിനോട് ICU എവിടെയെന്ന് ചോദിച്ച് ലിഫ്റ്റിൽ കയറാൻ ബട്ടൺ അമർത്തി. എന്നാൽ ലിഫ്റ്റ് 2ാം നിലയിൽ എത്തിയിരുന്നു. അവൻ കോണി കയറാൻ നിന്നും ലിഫ്റ്റ് ആദി ഞെക്കിയത് കൊണ്ട് 1ാം നിലയിലേക്ക് തന്നെ വന്നു. അവൻ വേഗം അതിൽ കയറി. ലിഫ്റ്റ് ഓരോ ഫ്ലോർ കടന്നു പോകുമ്പോഴും അവന്റെ ഹൃദയം എന്തിനില്ലാതെ മിടിച്ചു. ലിഫ്റ്റ് 5th ഫ്ലോർ എത്തിയതും ഓപ്പണായി. ആദ്യം അവന്റെ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി. സത്യയെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ നിൽക്കുന്ന 3 ഗുണ്ടകൾ. സത്യ അവരെയൊക്കെ തട്ടിമാറ്റി ആദിയുടെ പുറകിൽ വന്നു നിന്നും അവൻ അവളും തിരിഞ്ഞു നോക്കി. പേടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി ഇരിക്കുന്നവളെ കണ്ട് അവന്റെ മുഖഭാവം മാറി. ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പുരാശി പടർന്നു. അവൻ അതീവ ദേഷ്യത്തോടെ അവരെ നോക്കി. അവനെ നോട്ടം കണ്ടതും അവരപ്പോ തന്നെ അവിടെ നിന്ന് താഴേക്ക് പടികളിറങ്ങി ഓടി. അവരുടെ ഓട്ടം കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അവൻ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് അയച്ചു. ഫോൺ തിരിച്ച് പോക്കറ്റിലേക്ക് വെച്ച് സത്യം തിരിഞ്ഞു നോക്കി. അവൾ ഇപ്പോഴും അവന്റെ ഷർട്ടിൽ പിടിച്ച് കണ്ണിറുക്കി അടച്ച് ഇരിക്കുകയാണ്. ആദി അവളെ നോക്കിയൊന്ന് തട്ടി വിളിച്ചു. അവൾ ഞെട്ടി കണ്ണു തുറന്ന് ആദിയെ നോക്കി. ചുറ്റിനുമൊന്ന് നോക്കി. അവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ എന്നറിഞ്ഞ് അവൾ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. ആദിയേട്ടൻ എന്താ ഇവിടെ? വാട്ട്? ആരുടെ ആദിയേട്ടൻ? വീട്ടിൽ നിന്നല്ലാതെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. സോറി സാർ. നിന്റെ അച്ഛനും ബോധം വന്നോ? ഇല്ല, 2 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. ആദ്യം അവളെ നോക്കി ആ ഫ്ലോറിലൂടെ നടക്കാൻ തുടങ്ങി. അവിടെ ചുറ്റിനും നോക്കി അവിടെയുള്ളൊരു മിനി വാർഡിലേക്ക് കയറി. അവിടെ ഒന്നും ആരുമില്ല. ലൈറ്റ് മുഴുവൻ ഓഫാണ്. ആ ഫ്ലോറിലുള്ള മിക്ക മുറികളിലും ഇരുട്ടാണ്. അവിടെ ഒന്നും ആരുമില്ല. അവൻ ആ വാർഡിൽ നിന്ന് തിരിഞ്ഞു നിന്ന് വാതിക്കൽ നിൽക്കുന്ന സത്യയെ നോക്കി. നീ മരുന്നൊക്കെ കഴിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയുണ്ടോ? ആദിയുടെ കെയറിങ് ചെയ്യുന്ന പോലെയുള്ള ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടിവിളിച്ചു. ഇല്ല, ഇപ്പൊ പനിയൊന്നുമില്ല. രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ മരുന്ന് കഴിച്ചു. ഈ ഹോസ്പിറ്റൽ എന്താ ആരില്ലേ? ഈ ഫ്ലോർ എന്താ ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നേ? അറിയില്ല, ആ തടിയന്മാരെ പണിയാണെന്ന് തോന്നുന്നേ. അയാൾ എന്നോട് പറഞ്ഞിരുന്നു. ഓ, അപ്പോ അവര് നിന്നെ ടാർഗറ്റ് ചെയ്ത് വന്നാണല്ലേ? നിനക്കാരാ അതിനു മാത്രം വലിയ ശത്രു? എനിക്കറിയില്ല. ഞാൻ അവരൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. എന്തായാലും ഞാൻ വന്ന കറക്റ്റ് ടൈമിലാ. ആ വന്നവരിങ്ങനെ ഒരു സ്റ്റെപ്പായി ചെയ്തത് നമുക്കൊരു ഉപകാരമായി അല്ലേ? ആദ്യം പറഞ്ഞു കേട്ട് സത്യയുടെ നെറ്റിച്ചുളിഞ്ഞു. അവൾക്ക് അവൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. സത്യ അവനോട് എന്തോ ചോദിക്കാൻ നിന്നപ്പോഴേക്കും ആദ്യം അവളുടെ കൈപിടിച്ച് വലിച്ച് അവിടെ മൂലയിലുള്ള ബെഡിലേക്ക് തള്ളിയിട്ട് വാതിൽ പോയി അടച്ചു. അപ്പോഴാണ് സത്യ അവൻ എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായത്. അവൻ അവളുടെ വയ്യായികയെ കുറിച്ച് ചോദിച്ചതും ഈ രാത്രി ഇങ്ങോട്ട് വന്നതും ഇതിനു വേണ്ടിയാണെന്ന് ആലോചിച്ച് അവളുടെ കണ്ണു നിറഞ്ഞു. വാതിലടച്ചതും ആ മുറിയാക്കി ഇരുട്ടു പകർന്നു. സത്യ പേടിച്ച് ആദ്യം നോക്കി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് തൊട്ടപ്പുറത്തുള്ള ബെഡിന്റെ കമ്പിയിൽ പിടുത്തമിട്ടു. അത് ഒറ്റ വലി വലിച്ച് സത്യയെ തള്ളിയിട്ട് ബെഡിനോട് ചേർത്തു. ദേവേട്ടാ. 2 ബെഡും കൂട്ടിമുട്ടി ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് അവനെ വിളിച്ചു. അവളുടെ ആ ദേവേട്ട എന്ന വിളി കേട്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പെട്ടെന്ന് ബെഡിലേക്ക് ചാടി കൈകൾ അവളുടെ ഇരു ചെവിയുടെയും അടുത്ത് വെച്ച് അവളിലേക്ക് മുഖം അടുപ്പിച്ചു. ജനലുകളിൽ കൂടി വരുന്ന നിലാവെളിച്ചത്തിൽ അവന്റെ മുഖവും ആ കാപ്പി കണ്ണുകളും തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ ഭയം പതിയെ അവളെ വിട്ടുപോകുന്ന പോലെ അവൾക്ക് തോന്നി. അവന്റെ ചോദ്യം കേട്ടാണ് സത്യ സ്വബോധത്തിലേക്ക് വന്നത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ദേവേട്ടാന്ന് വിളിക്കരുതെന്ന്? പിന്നെ എന്തിനാ നീ അത് തന്നെ വിളിക്കുന്നേ? ഞാൻ അറിയാതെ വിളിച്ചതാ. സോറി ആദി. അല്ല സാർ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. ആദ്യം അവളെ നോക്കി പുച്ഛിച്ചു. എന്നിട്ട് ചിത്രം കാണിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ ബ്ലൗസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച താലിമാല വലിച്ചു പുറത്തേക്കിട്ടു. ഇത് ഞാൻ എന്തിനു വേണ്ടിയാ കെട്ടിയത്? അവന്റെ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഇല്ലായിരുന്നു. അവൾ തല താഴ്ത്തി.
ഞാൻ നിനക്കൊരു ഫൈനൽ എമൗണ്ട് വെച്ച് തന്നിട്ടില്ല. എന്റെ കാർഡ് തന്നെ ഞാൻ നിനക്ക് തന്നു. അതിൽ നിന്ന് വേണ്ട പണം നിനക്ക് എടുക്കാം. പക്ഷേ എന്തിനു വേണ്ടിയാ ഞാനത് തന്നതെന്ന് എപ്പോഴും നിന്റെ മൈൻഡിലുണ്ടാവണം. ദിവ്യഗർഭം ധരിക്കാൻ നീ കന്യാമാറി ഒന്നുമല്ല. അവൻ പറയുന്ന കേട്ട് അവൾ എന്തോ പറയുന്നു. അപ്പോഴേക്കും ആദ്യം അവളുടെ വായി വിരൽ വെച്ച് തടഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. എനിക്ക് കോപ്പറേറ്റ് ചെയ്ത് തന്നാൽ നിനക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നീ തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും സത്യ. ആദ്യം അതും പറഞ്ഞ് അവളുടെ അധരങ്ങളിൽ ചെറുതായി ചുംബിച്ചു. അവളെ കഴുത്തിലേക്ക് അവന്റെ മുഖം പൂഴ്ത്തി. സത്യ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി.